രാജ്യത്തിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിവാദ വിഷയമാണ് FCRA പരിഷ്കരണ നിയമം. ഒരുപക്ഷെ ഇന്ന് പാർലമെന്റിൽ അത് പാസ്സായേക്കാം. നിത്യാനന്ദ റായി എന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. ഇത് അപകടകരമായ ഒരു ബില്ലാണെന്ന് അവർ തുറന്നു പറഞ്ഞു. നിത്യാനന്ദ റായി അതിന് കൃത്യമായൊരു മറുപടി നൽകി. ശരിയാണ്, ഇത് അപകടകരമായ ഒരു നിയമമാണ്. ആർക്ക്? വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ കൂട്ട മതപരിവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇത് അപകടമാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം ഈ നിയമ പരിഷ്കരണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇവിടുത്തെ ക്രൈസ്തവരെ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ചാരിറ്റി പ്രസ്ഥാനങ്ങളെ തകർത്ത് ഇവിടെ ഇനി ആരും ക്രിസ്ത്യാനികളാകരുത് എന്നുള്ള ഒരു രഹസ്യ അജണ്ടയുടെ ഒരു ഭാഗമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുവാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് മാർച്ച് 24 ഞാനൊരു വീഡിയോ ചെയ്തു. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നുന്നു. അതിനുശേഷം ധാരാളം വീഡിയോകൾ കണ്ടു. മലയാള മനോരമ കൃത്യമായി 24 തന്നെ ഒരു റിപ്പോർട്ട് അവരുടെ എഡിറ്റ് പേജിൽ കൊടുത്തിരുന്നു. അതിൽ അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ വരെ പിടിച്ചെടുക്കുവാനുള്ള പദ്ധതി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. അതോടെയാണ് ഈ വിഷയം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഭകളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കാര്യമായിട്ട് എത്തുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. ഈ വിഷയം കേരളത്തിലെ ഇപ്പോഴത്തെ ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പെന്തക്കോസ് സമൂഹത്തിന്റെ വോട്ടിനെ ഷിഫ്റ്റ് ചെയ്യാനൊന്നും FCRAക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ ഇത് കത്തോലിക്ക സഭയെയും അവരുടെ പ്രവർത്തനങ്ങളെയും വല്ലാതെ ബാധിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം FCRAക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ കത്തുന്ന ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക്, ക്രൈസ്തവ NGOകൾക്ക്, വിവിധ പ്രസ്ഥാനങ്ങൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ട്. വിദേശ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും എത്തിപ്പെടാത്ത ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ പോലും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി, ആതുര സേവനവുമായി ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടത്. ഇന്ത്യയുടെ ഇന്ന് കാണുന്ന വളർച്ചയിൽ നിർണായകമായ പങ്ക് ക്രൈസ്തവ സഭകൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ എല്ലാം പണം വന്നത് എവിടെ നിന്നാണ്? വിദേശത്തെ സഭകൾ ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി, ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒക്കെ നൽകിയ പണം തന്നെയാണെന്നേ. അങ്ങനെ ഇവിടെ സഹായം ലഭിക്കുന്നുണ്ട്. അത് ക്രൈസ്തവ സംഘടനകൾക്ക് മാത്രമല്ല, ധാരാളം ഹൈന്ദവ സംഘടനകൾക്ക് ഇവിടെ FCRA രജിസ്ട്രേഷൻ ഉണ്ട്. അവർ പണം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഏകദേശം 15,000-ഓളം FCRA രജിസ്ട്രേഷൻ ഉള്ള സംഘടനകളുണ്ട്. അതിൽ 3,000 മാത്രമാണ് കേട്ടോ ക്രൈസ്തവ സംഘടനകൾ. ബാക്കിയെല്ലാം ഒരു 90% ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്, അല്ലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന NGOകളാണ്. അപ്പോൾ ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പലരും പറയുന്നത് സത്യമാണ്. പക്ഷേ ക്രൈസ്തവരെ മാത്രം കുരുക്കുവാൻ വേണ്ടിയാണ് ഈ നിയമം ഈ നിലയിൽ പരിഷ്കരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ചില ദിവസങ്ങൾ കൊണ്ട് ഇതങ്ങ് കത്തിക്കയറി. അതിൻ്റെ സവിശേഷമായ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. BJP ആണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്തുവാനുള്ള പരിശ്രമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യവും നാറാണത്ത് ഭ്രാന്തന് ഇത് ഉരുട്ടിക്കയറ്റുന്നത് പോലെ, കല്ലുരുട്ടിക്കയറ്റുന്നത് പോലെ ഇവർ ഉരുട്ടിക്കയറ്റുമ്പോൾ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായത് നമുക്കറിയാം. ഇവിടെ വ്യാപകമായ നിലയിൽ ക്രൈസ്തവർ BJPയോട് അനുഭാവം പുലർത്തി വന്ന ഒരു സമയത്താണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതോടുകൂടെ ആ ഗ്രാഫ് നേരെ താഴോട്ട് വന്നു. വീണ്ടും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPക്ക് അനുകൂലമായി ക്രൈസ്തവരെ ഒന്ന് തിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. സാബു ജേക്കബിനെയൊക്കെ ഒപ്പം കൂട്ടിയതോടുകൂടെ NDAക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ക്രൈസ്തവ മേഖലകളിൽ, ക്രൈസ്തവ പോക്കറ്റുകളിൽ വോട്ട് ലഭിച്ചേക്കും, പ്രതീക്ഷിക്കുന്നതിലധികം വോട്ട് ലഭിച്ചേക്കുമെന്നൊരു ധാരണയും ഉണ്ടായിരുന്നു.
എന്നാൽ അതിന്റെ മുഴുവൻ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു നടപടിയായി പോയി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പരിഷ്കരണം. ഇപ്പോൾ ഈ വിഷയം കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിരിക്കുന്നു. FCRA നിയന്ത്രണങ്ങൾ ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് എല്ലാ ക്രൈസ്തവ സഭകളും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളുമെല്ലാം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തിളച്ചു മറിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. 9-ാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ ഈ വിഷയം ഒരുപക്ഷെ തണുത്തുപോയേക്കാം. എന്നാൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം തണുത്തു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഗവൺമെന്റ് ഈ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത്? മുൻപും FCRA, അതായത് നമുക്കറിയാം ഇവിടെ അടിയന്തരാവസ്ഥ കാലത്താണ് FCRA നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റിന്റെ ഉദ്ദേശം രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ കയറി ഇടപെടലുകൾ നടത്തുവാൻ പാടില്ല, സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഇവിടെ ഛിദ്രശക്തികൾ പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒരു നിയമം, ആ നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ക്രൈസ്തവ സംഘടനകളും മറ്റ് NGOകളും എല്ലാം നാളിതുവരെ പ്രവർത്തിച്ചത്. കാലാകാലങ്ങളിൽ ഗവൺമെന്റ് അതിനകത്ത് പല നിയമങ്ങൾ കൊണ്ടുവന്നു, ചട്ടങ്ങൾ കൊണ്ടുവന്നു. വല്ലാതെ ഇതിനെ ഞെരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടങ്ങിയത് 2014 മുതലാണ്. മോദി ഗവൺമെന്റിന്റെ ഭരണകാലഘട്ടത്തിൽ NGOകളെ നിയന്ത്രിക്കുവാനുള്ള അതിശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. പല ഘട്ടങ്ങളിലായി 2020 വരെ ഇങ്ങനെ പല നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ഒരു കൂച്ചുവിലങ്ങടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല 2014 മുതൽ 2024 വരെ 20,700 NGOകളുടെ രജിസ്ട്രേഷനാണ് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തത്. ഇപ്പോൾ രാജ്യത്ത് 16,000-ഓളം NGOകൾ മാത്രമേ FCRA രജിസ്ട്രേഷൻ ഉള്ളതായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഈ രാജ്യത്ത് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കമ്പാഷൻ പോലെയുള്ള, വേൾഡ് വിഷൻ പോലെയുള്ള നിരവധി ലോകപ്രസിദ്ധമായ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തന്നെ ഈ രാജ്യത്ത് നിലച്ചുപോയത് നമ്മൾ കണ്ടതാണ്. ധാരാളം ക്രിസ്തീയ സഭകളുടെയും പ്രസ്ഥാനങ്ങളുടെയും FCRA രജിസ്ട്രേഷൻ ഈ കാലഘട്ടത്തിൽ ക്യാൻസലാക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇതിനു വേണ്ടി രൂപപ്പെടുത്തുകയാണ് സർക്കാർ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു NGOയുടെ, ഒരു സഭയുടെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ആകപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. അല്ലെങ്കിൽ അത് യഥാസമയം അത് പുതുക്കപ്പെടുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ ഇതുവരെ സമ്പാദിച്ച അല്ലെങ്കിൽ വിദേശ സഹായം കൊണ്ട് കെട്ടിപ്പടുത്ത ഹോസ്പിറ്റലായിരിക്കാം, സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പള്ളിയായിരിക്കാം, അങ്ങനെ ഉണ്ടാക്കി നിർമ്മിച്ചെടുത്തിരിക്കുന്ന എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ നിയന്ത്രണത്തിന് കീഴിലേക്ക് വരികയാണ്. ഇനി അതുമാത്രമല്ല, ആ അതോറിറ്റിക്ക് ഈ കാലഘട്ടത്തിൽ അത് റൺ ചെയ്ത് കൊണ്ടുപോകുവാനുള്ള അവകാശമുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് നടത്തിക്കൊണ്ടുപോകാം. അതിന് മൂലധനം കണ്ടെത്തുവാൻ, പ്രവർത്തന ചെലവ് കണ്ടെത്തുവാൻ, ഇതിന്റെ അസറ്റ്സ് വിൽക്കുവാൻ വരെ അനുവാദം കൊടുത്തിരിക്കുകയാണ്. പള്ളികളാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, അതായത് ആരാധനാലയമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അവർക്കത് നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനൊരു അതോറിറ്റിയെ വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. വിശദാംശങ്ങൾ ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് രാജ്യത്തെ ക്രൈസ്തവ സഭകളെ വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. FCRA നിയമം BJPക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള സാഹചര്യം വന്നതോടുകൂടെ BJP നേതാക്കന്മാരും BJPയുടെ പല ഹാൻഡിലുകളും ഇതിന് ന്യായീകരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, അവർ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനുകൂടെ മറുപടി പറയട്ടെ. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ എന്നാണ് അവർ ഉന്നയിക്കുന്ന ഒരു ന്യായം. വളരെ രസകരമായ ഒരു ന്യായമാണത്. കാരണം ഒരു FCRA രജിസ്ട്രേഷനുള്ള പ്രസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ നേരെ കോടതിയിൽ പോകുന്നു. എവിടെ പോകണം? സുപ്രീം കോടതി വരെ നമ്മൾ പോകുന്നു. എത്ര കാലം ഈ കേസ് കെട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും? എൻ്റെ ഒരു സ്നേഹിതനുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഹരിയാനയിൽ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. വലിയ പണം മുടക്കി ഉണ്ടാക്കിയ മനോഹരമായ കെട്ടിടം. ധാരാളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു, അവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ, ചില സംഘടനകൾ, കുറേ ആളുകൾ വന്ന് ആ സ്ഥാപനത്തിൻ്റെ മുകളിൽ അവരുടെ കാവി കൊടി കെട്ടി അത് പിടിച്ചെടുത്തു. അതൊരു കേസായി
ഇത് കോടതിയിലെത്തി. അപ്പോൾ ഈ കേസ് പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അത് ചിലവാക്കിയാൽ പോലും ഇത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരാശങ്കയുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എൻ്റെ സ്നേഹിതൻ ചെയ്തത് ആ പ്രസ്ഥാനമേ വേണ്ടെന്ന് വെച്ചു, അസറ്റ്സ് വേണ്ടെന്ന് വെച്ചു, ആ സ്ഥലം വേണ്ടെന്ന് വെച്ചു, ആ ഓർഫനേജ് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ രാജ്യത്ത് നിന്നുപോയ നൂറുകണക്കിന് ഓർഫനേജുകളുണ്ട്. എന്നതുപോലെ ഒരു പ്രസ്ഥാനത്തിനെതിരെ, ഒരു NGOയ്ക്കെതിരെ നടപടിയെടുത്തു, അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി കഴിഞ്ഞാൽ അതുമായി കോടതിയിൽ പോയാൽ ഇത് വർഷങ്ങളുടെ പ്രോസസ്സാണ്. ഒരിക്കലും അന്തമില്ലാതെ നീളുന്ന ഈ കേസുകൾ കൊണ്ട് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. അതുകൊണ്ട് ആ വാദത്തിന് ഒരു പ്രസക്തിയുമില്ല. അടുത്തതായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വാദം, ഇത് ക്രിസ്ത്യാനിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ, രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ലല്ലോ NGOകൾ ഉള്ളത്, ക്രിസ്ത്യാനികളുടെ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ലല്ലോ FCRA ഉള്ളത്, വിദേശ വരുമാനം വരുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ലല്ലോ, ഇതെല്ലാവരെയും ബാധിക്കുന്നതല്ലേ എന്നാണ്. സത്യമാണ്, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ രാജ്യത്ത് ധാരാളം ഹൈന്ദവ സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ട്. അവർക്കൊന്നും എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്നില്ല, അവർക്കെതിരെ കേസുകൾ ഉണ്ടാകുന്നില്ല, അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നില്ല. എന്നാൽ ഇവിടെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ, ക്രൈസ്തവ സഭകളുടെ ഒക്കെ FCRA ആണ് നിരന്തരം ക്യാൻസലായി പോകുന്നത്. ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന 2 പ്രമുഖ പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് അമൃതാനന്ദമയിയുടെ പ്രസ്ഥാനം, 2 ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള ക്രൈസ്തവ പ്രസ്ഥാനം. ഈ അമൃതാനന്ദമയി പ്രസ്ഥാനത്തിനാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം വരുന്നത് എന്നാണ് എൻ്റെ അറിവ്. ബിലീവേഴ്സ് ചർച്ചിനും അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുമാനം ഉണ്ടായിരുന്നു. ചില കാലഘട്ടങ്ങൾക്കിടയിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ FCRA രജിസ്ട്രേഷനുകളും നഷ്ടപ്പെട്ടു. അമൃതാനന്ദമയി പ്രസ്ഥാനത്തിൻ്റെ ഒരു FCRA പോലും നഷ്ടപ്പെട്ടതായി നമുക്കറിയത്തില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ഹൈന്ദവ സംഘടനകളുടെ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുള്ള സംഘടനകളുടെ FCRAയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുകയും ഇവിടുത്തെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ FCRAകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ 2 നീതി ഇതിനകത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിനും ഒരു പ്രസക്തിയുമില്ല. ഇതെല്ലാവരെയും ബാധിക്കത്തില്ല, അവർക്ക് താല്പര്യമുള്ളവരെ ബാധിക്കത്തില്ല, താല്പര്യമില്ലാത്തവരെ മാത്രമേ ബാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൃത്യമാണ്. നമുക്ക് ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ക്രിസ്ത്യാനിയായിട്ട്, ജോർജ് കുര്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉന്നയിച്ച ഒരു വാദം, ഇതൊരു എലക്ഷൻ കാലമല്ലേ, എലക്ഷൻ കാലത്ത് BJP ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു തീരുമാനത്തിന് നിന്നുകൊടുക്കുമോ, അല്ലെ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എലക്ഷൻ കാലത്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് എലക്ഷന് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന കാര്യമാണ്. എന്നാൽ എലക്ഷൻ ഇതിനകത്ത് ഇടയ്ക്ക് വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത 1-2 MLA-മാരെ കിട്ടുക എന്നുള്ളതോ കുറച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുക എന്നുള്ളതോ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് ദീർഘകാല അജണ്ടകൾ ഉണ്ടെന്നേ. ആ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയാണ് സംഘപരിവാരം നിലകൊള്ളുന്നത്. അതുകൊണ്ട് അവർ കൃത്യമായി അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് കേരളത്തിലെ ഇലക്ഷൻ കാലത്ത് വന്നുപോയെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ജോർജ് കുര്യൻ പറയുന്നത് പോലെ അങ്ങനെ BJP ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നതല്ലേ എന്നുള്ള ന്യായത്തിനൊന്നും ഒരടിസ്ഥാനവുമില്ല. ഇനി ഇതിനകത്തെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, തെഹൽക്ക മാത്യു ശാമുവേൽ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കത്തോലിക്ക സഭ അവരാണ് ഈ രാജ്യത്ത് ഏറ്റവും അധികം NGOകൾ നടത്തുന്നതും ഏറ്റവും അധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതും. ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങൾ, ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒന്നും എത്താത്ത ഇടങ്ങളിൽ വരെ കന്യാസ്ത്രീകൾ കയറി ഇറങ്ങി ജനങ്ങൾക്ക് ആതുര സേവനവും വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. അവർ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഭംഗിയായും കൃത്യമായും നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ച സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളെ ബാധിക്കുവാൻ പോവുകയാണ് ഈ നിയമം. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് കത്തോലിക്ക സഭ ചാരിറ്റി പ്രവർത്തനം, മിഷൻ എന്ന് പറയുന്നത്
ചാരിറ്റി പ്രവർത്തനമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ച് അവർ സ്കൂളുകൾ സ്ഥാപിച്ചു, ആശുപത്രികൾ സ്ഥാപിച്ചു, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം ഈ രാജ്യത്ത് പ്രയോജനപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്യു ശാമുവേൽ പറയുന്നത്, കത്തോലിക്കന്റെ സ്കൂളിൽ പോയി പഠിച്ച വിദ്യാർത്ഥികൾ, പഠിച്ച് വളർന്നു വന്നു. അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ കത്തോലിക്കർ മറന്നുപോയി, സുവിശേഷം കൊടുക്കുവാൻ മറന്നുപോയി. അവർ വിദ്യാഭ്യാസം കൊടുത്തു, അവൻ അവിടെ പഠിച്ചു പോയി, അവന് ജോലി കിട്ടി, അല്ലെങ്കിൽ അവൻ അടുത്ത സ്ഥാപനങ്ങളിലേക്ക് ചെന്നപ്പോൾ അവൻ ABVP-യിലൂടെ RSSലൂടെ അവൻ സംഘപരിവാരത്തിൻ്റെ ഭാഗമായി മാറി. അവസാനം അവൻ പഠിച്ച സ്കൂളിന് നേരെ ഈ കുറുവടിയുമായി വന്ന് അടിച്ചു തകർക്കുന്ന അവസ്ഥയാണുള്ളത്. കത്തോലിക്ക സഭയ്ക്ക് അടിസ്ഥാനപരമായി സംഭവിച്ച ഏറ്റവും വലിയ ഒരു പാളിച്ചയാണ് യേശുവിനെ കൊടുക്കാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നാണ് മാത്യു ശാമുവേൽ ഓർപ്പിച്ചത്. അത് കൃത്യമാണ്. ഇവിടെയാണ് പെന്തക്കോസ്ത് മിഷണറിമാരും ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ത്യയിൽ ഇന്ന് വളർച്ച പ്രാപിക്കുന്ന സഭകളുടെ കണക്കുകൾ, കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സഭ അതിവേഗം വളർന്നു വരികയാണ്. ചില മേഖലകളിൽ, പഞ്ചാബ് പോലുള്ള മേഖലകളിൽ അത്ഭുതകരമായ വളർച്ചയാണ് ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടാകുന്നത്. അതെല്ലാം സംഭവിക്കുന്നത് ഈ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്റ്റൽ പ്രവർത്തനങ്ങളിലൂടെയാണ് വളർച്ച പ്രാപിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് പെന്തക്കോസ്തിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരുടെ പ്രഥമമായ പരിഗണന അവർ ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. വ്യക്തിയുടെ രൂപാന്തരത്തിനും മാനസാന്തരത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നത് അവൻ്റെ ആത്മാവിന് രക്ഷ നൽകുന്നു, അവൻ്റെ ജീവിത രീതിക്ക് തന്നെ മാറ്റം വരുന്നു, അവൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഒരു വ്യക്തിക്ക് സംഭവിച്ചാൽ അവൻ്റെ സാമൂഹ്യ നിലയിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ FCRA കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാൽ ഇവിടെ കത്തോലിക്ക സഭയുടെ അതുപോലെയുള്ള പ്രമുഖ ക്രൈസ്തവ സഭകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അപ്പോഴും ഈ രാജ്യത്ത് കൃത്യമായി സുവിശേഷം അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവർ ധാരാളമുണ്ട്, സുവിശേഷകർ ധാരാളമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ ഈ നിയമങ്ങൾ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അവസാനമായി ഞാൻ അവസാനിപ്പിക്കട്ടെ. സംഘപരിവാരം വലിയ ഭീതിയിലാണ്. ഈ രാജ്യത്ത് ധാരാളം ആളുകൾ ക്രൈസ്തവരായിക്കൊണ്ടേയിരിക്കുന്നു, മതപരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തടയാവുന്ന പല നിലകളിൽ അവർ നോക്കി ആക്രമിക്കുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്, അടികൊടുക്കുന്നുണ്ട്, തല്ലി തകർക്കുന്നുണ്ട്, ഇനി നിയമങ്ങൾ പാസാക്കി ജയിലിലടയ്ക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്ത് സംഭവിക്കുന്നില്ല, ഇതിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നില്ല. ഞാൻ തുറന്നു പറയട്ടെ, ഇതൊരു വലിയ പ്രവാഹമാണ് കേട്ടോ. ഈ പ്രവാഹത്തെ തടുത്തു നിർത്തുവാൻ FCRA നിരോധിച്ചതുകൊണ്ടോ നിയമങ്ങൾ പാസാക്കിയത് കൊണ്ടോ ഒന്നും സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവികമായ ഒരു ശക്തിയാണ്. ആ ദൈവിക പ്രവർത്തനമായതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചൈനയുടെ വൻമതിലുകൾക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിച്ചില്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കും അതിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രൈസ്തവ NGOകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു, സഭകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മളത് കാണുവാൻ പോവുകയാണ്. എന്നാൽ ഈ രാജ്യത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി, നല്ല പ്രവർത്തനങ്ങൾ നടത്തി, ഈ രാജ്യത്തിന് നന്മ ചെയ്ത് മുന്നോട്ട് വരുന്ന, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇതുപോലെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടെ രാഷ്ട്രീയ പ്രവർത്തകർ, സംഘപരിവാരത്തിൻ്റെ ആളുകൾ കൂടെ ഓർക്കുക. നമ്മളെല്ലാവരും ചേർന്നതാണ് ഈ രാജ്യം. നമ്മൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. നമ്മൾ സ്നേഹത്തോടെ മുന്നോട്ട് പോകേണ്ടവരാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുകൊണ്ടോ അതില്ലാതെയായി പോകത്തില്ല. നിങ്ങൾ ഒരു മൂഢസ്വർഗത്തിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. ഈ രാജ്യം അനുഗ്രഹത്തോടെ വികസിച്ച് വളർന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കേണ്ട ഒരു രാജ്യമാണ്. അതിനു പകരം ഏറ്റവും ചെറിയ മനസ്സോടെ, ഇടുങ്ങിയ ചിന്താഗതികളോടെ നിങ്ങൾ ഈ രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കും.